അതിനുശേഷം ശൈഖ് പറയുകയാണ്, എല്ലാവരും ശ്രദ്ധിക്കുക, വമിനൽ ഉമൂരി അല്ലതി ഖദ് യഖ്ഫാ ഹുക്മുഹാ അലാ ബഅദ് الناس, ചില ആളുകൾ മനസ്സിലാകാതെ പോയിരിക്കുന്ന മറ്റൊരു വിഷയമാണ് വന്നു ബഅദിഹിം അന്ന തറാവീഹ ലാ യജൂസു നഖ്സുഹാ അൻ 20 റക്അ. ചില ആളുകൾ കരുതുന്നത് തറാവീഹ് എന്ന് പറഞ്ഞാൽ അത് 20 റക്അത്തിൽ കുറയാൻ പാടില്ല. നമ്മുടെ നാടുകളിൽ ചില ആളുകൾ പറയുന്നത് പോലെ എന്തായാലും 20 നിസ്കരിക്കണം. ഇതാണ് ചില ആളുകളുടെ വാദം. തറാവീഹ് എന്ന് പറഞ്ഞാൽ 20 റക്അത്തിൽ കുറയാൻ പാടില്ല. എന്നിട്ട് ശൈഖ് പറയുന്നു വവന്ന ബഅദുഹും, വേറെ ചില ആളുകൾ കരുതുന്നത് എന്താ, ലാ യജൂസു അൻ യുസാദ ഫീഹ അലാ 11 റക്അഅൻ ഔ 13 റക്അഅ. ചില ആളുകൾ കരുതുന്നത് 11 റക്അത്തിൽ കൂടാൻ പാടില്ല, അല്ലെങ്കിൽ 13 റക്അത്തിൽ കൂടാൻ പാടില്ല. ശൈഖ് ഇവിടെ പറയുന്ന ആളുകൾ രണ്ട് രൂപത്തിലാണ്. ഒരു വിഭാഗം കരുതുന്നത് 20 കുറയാൻ പാടില്ല, വേറൊരു വിഭാഗം കരുതുന്നത് 11 കൂടുതൽ നിസ്കരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ 13 കൂടുതൽ നിസ്കരിക്കാൻ പാടില്ല. എന്നിട്ട് ശൈഖ് പറയുന്നു വഹാദാ കുല്ലുഹു ظن في غير محله بل هو خطأ مخالف للأدلة. ആ ഒരു ധാരണ ശരിയല്ല, അത് തെളിവുകൾക്ക് എതിരാണ്. എന്നിട്ട് ശൈഖ് പറയുകയാണ് وقد دلت الأحاديث الصحيحة عن رسول الله صلى الله عليه وسلم على أن صلاة الليل موسع فيها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ മനസ്സിലാക്കി തരുന്നത് എന്താണ്, രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ വിശാലമായതാണ്, രാത്രി നിസ്കാരം വിശാലമാണ്. فليس فيها حد محدود لا تجوز مخالفته. അതിനൊരു പരിധിയുണ്ട്, ഇത്രയും നിസ്കരിക്കാവൂ എന്ന് പറയുന്ന ഒരു പരിധി ശരീഅത്ത് പറഞ്ഞു തന്നിട്ടില്ല. ബൽ മറിച്ച് സബത അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അന്നഹു കാന യുസല്ലി മിനൽ ലൈലി 11 റക്അഅ. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്ത് നിസ്കരിക്കും. وربما صلى 13 ركعة, ചിലപ്പോൾ 13 റക്അത്ത് നിസ്കരിക്കും. ഇത് രണ്ടും പ്രവാചകനിൽ നിന്ന് വന്നിട്ടുണ്ട്. وربما صلى أقل من ذلك في رمضان وفي غيره, ചിലപ്പോൾ طيب. ഇവിടെ ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്നത് എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സാഹചര്യങ്ങളിൽ 11 നിസ്കരിച്ചു, ചില സാഹചര്യങ്ങളിൽ 13 നിസ്കരിച്ചു. ചില ആളുകൾ 13 എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പറയും അത് ഇശാന്റെ സുന്നത്താണ്. അല്ല, അങ്ങനെ അല്ലാതെ തന്നെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ തന്നെ രാത്രി നിസ്കാരം 13 ആണെന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ അതിൽ കുറവ് നിസ്കരിച്ചു. മുസ്ദലിഫയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് എന്താണ്, വിത്ർ മാത്രമാണ്. വേറെ ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ദലിഫയുടെ രാത്രിയിൽ നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് ശൈഖ് പറയുന്നു വലമ്മ സുഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സ്വലാത്തിൽ ലൈൽ, രാത്രി നിസ്കാരത്തെ സംബന്ധിച്ച് പ്രവാചകൻ ചോദിക്കപ്പെട്ടപ്പോൾ പറഞ്ഞത് എന്താ, മസ്ന ഈ 2 റക്അത്തായി നിങ്ങൾക്ക് നിസ്കരിക്കാം എന്നാണ് പറഞ്ഞത്. അതല്ലാതെ 11 കൂടാൻ പാടില്ല എന്നോ 20 കുറയാൻ പാടില്ല എന്നൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. എന്നിട്ട് ശൈഖ് പറയുന്നു വലം യുഹദ്ദിദ് റക്അഅത്തിൻ മുഅയ്യന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര റക്അത്ത് നിങ്ങൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. ലാ ഫീ റമളാൻ വലാ ഫീ ഗൈരി, റമളാനിലാണെങ്കിലും മറ്റിതര ഖിയാമുൽ ലൈലിലാണെങ്കിലും. ശൈഖ് ആവർത്തി പറയുന്നു വലിഹാദ, അതുകൊണ്ട് തന്നെ സല്ല സഹാബത്തു റളിയല്ലാഹു അൻഹും, സഹാബികൾ നിസ്കരിച്ചു ഫീ അഹ്ദി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഫീ ബഅദിൽ അഹ്യാൻ, ചില സാഹചര്യങ്ങളിൽ 23 റക്അഅ 23 റക്അഅത്ത്. അത് സ്ഥിരപ്പെട്ടതാണ്. ചില പണ്ഡിതന്മാർ ദഈഫാക്കുന്നുണ്ടെങ്കിലും അത് സ്ഥിരപ്പെട്ടതാണ്. വഫീ ബഅദിഹാ, ചില സാഹചര്യങ്ങളിൽ 11 റക്അഅ 11 റക്അഅത്തുകൾ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സഹാബികൾ 23 നിസ്കരിച്ചിട്ടുണ്ട്, 11 നിസ്കരിച്ചിട്ടുണ്ട്. കുല്ലു ദാലിക സബത അൻ ഉമർ, അതൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും അതിനുശേഷമുള്ള സഹാബികളിൽ നിന്നും സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്നിട്ട് ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് തുടരുകയാണ്, ഇത് വായിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. വകാന ബഅദു സലഫ്, മുൻഗാമികളിൽ ചിലർ യുസല്ലി ഫീ റമളാന 36 റക്അഅ, 36 റക്അഅത്തുകൾ നിസ്കരിക്കാറുണ്ട്. വയൂതിറു ബിസലാസ്, അതിനുശേഷം 3 റക്അഅത്ത് വിത്ർ നിസ്കരിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ദാവൂദ് ഇബ്നു ഹിന്ദ് റഹിമഹുല്ലാഹ്. വബഅദുഹും യുസല്ലി 41, ചില ആളുകൾ 41 റക്അഅത്തുകൾ നിസ്കരിക്കാറുണ്ട് മുൻഗാമികളിൽ. ذكر ذلك عنهم شيخ الإسلام ابن تيمية رحمه الله وغيره من أهل العلم. ഇബ്നു തൈമിയ്യ പോലെയുള്ളവർ മുൻഗാമികളിൽ നിന്ന് അത് ഉദ്ധരിക്കുന്നുണ്ട്. كما ذكر رحمة الله عليه, ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വിശദീകരിച്ചു അന്നൽ അംറ ഫീ ذلك واسع, ആ വിഷയത്തിൽ വിശാലമാണ്, എങ്ങനെയും ആർക്കും നിസ്കരിക്കാം. وذكر أيضا, അതുപോലെ തന്നെ ശൈഖുൽ ഇസ്ലാം പറയുകയാണ് അന്നൽ അഫ്ളല, ഏറ്റവും പുണ്യം എന്താണെന്നാൽ ലിമൻ അതാല അൽ ഖിറാഅത വറുകൂഅ വസ്സുജൂദ അൻ യുഖല്ലില അൽ അദദ്, ഒരു വ്യക്തി ദീർഘമായി റുകൂഇലും ദീർഘമായി നിന്നും ദീർഘമായി സുജൂദിലുമൊക്കെ സമയം ചെലവഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് എന്താണ്, എണ്ണം കുറയ്ക്കലാണ്. ഏറ്റവും നല്ലത് എണ്ണം കുറയ്ക്കലാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട സഹോദരങ്ങളെ, രാത്രി നിസ്കാരത്തിന്റെ വിഷയത്തിൽ ഇത്രയേ പറ്റൂ എന്ന് പറഞ്ഞ് ശരീഅത്ത് എവിടെയും പറഞ്ഞിട്ടില്ല.
എന്ന് പറഞ്ഞാൽ ഇത്രയും നിസ്കരിക്കാൻ പറ്റൂ, ഇത്രയും നിസ്കരിക്കാൻ പാടില്ല, ഇതിൽ കുറയാൻ പാടില്ല എന്നൊന്നും ശരീഅത്ത് പറഞ്ഞു തന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവ് എന്താണ്? പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടത് എന്താണ്? 11ഉം 13ഉമാണ്. അതാണ് ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും നല്ലത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാടുകളിൽ ചില ആളുകൾ 11 എന്ന് പറഞ്ഞിട്ട് അതിനപ്പുറം ഒന്നും പറ്റൂല എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 11 റക്അത്ത് അല്ലെങ്കിൽ 13 റക്അത്ത് എങ്ങനെയായിരുന്നു? ഇന്നിവിടെ 11 എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്നവർ 11 നിസ്കരിക്കുന്നത് അരമണിക്കൂറിലായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 11 അല്ലെങ്കിൽ 13 റക്അത്ത് വെറും എണ്ണം മാത്രമായിരുന്നില്ല, അതിന് രൂപവും കൂടിയുണ്ട്. നമ്മൾ പൊതുവെ ഇബാദത്തുകളിൽ പറയാറുള്ളത് പോലെ ഒരു ഇബാദത്തിന് അതിന്റെ എണ്ണം ഉണ്ടാകും, അല്ലെങ്കിൽ രൂപം ഉണ്ടാവും. അതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു എന്ന് പറയുന്ന 11 റക്അത്ത് വെറും എണ്ണത്തിൽ മാത്രമല്ല, മറിച്ച് അതിന്റെ രൂപവും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്താണ് അതിന്റെ രൂപം? ആയിഷ റളിയല്ലാഹു അൻഹയും അബൂ ദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നത് പോലെ വളരെ ദീർഘമായാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാറുള്ളത്. വളരെ ദീർഘമായിട്ട്, അതിൽ നൃത്തത്തിലാണെങ്കിലും റുകൂഇലാണെങ്കിലും സുജൂദിലാണെങ്കിലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികമായി ദീർഘിപ്പിക്കാറുണ്ടായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ചില റിവായത്തുകളിൽ വന്നതനുസരിച്ച് അത്താഴത്തിന്റെ സമയം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘിപ്പിക്കാറുണ്ട്. അത്താഴത്തിന്റെ സമയം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉലമാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരമൊക്കെ പറഞ്ഞതിന് ശേഷം ചില പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി കാണാം. തറാവീഹിന് 3 രൂപങ്ങളാണ്. തറാവീഹിന് 3 രൂപങ്ങളാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ, ഹാലുൻ നബവിയ്യ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ. അതെന്താണ്? റക്അത്തുകൾ കുറച്ച് ദീർഘമായി നിസ്കരിക്കുക. റക്അത്തുകൾ കുറച്ച് ദീർഘമായി നിസ്കരിക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടത്. രണ്ടാമത്തേത് ഹാലുൻ സലഫിയ്യ, മുൻഗാമികളായ സലഫുകളിൽ നിന്ന് സ്ഥിരപ്പെട്ടത്. മുൻഗാമികളായ പല സലഫുകളിൽ നിന്നും സ്ഥിരപ്പെട്ടത്. അതെന്താണ്? റക്അത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് നിസ്കാരം ചെറുതായി നിസ്കരിക്കുക. റക്അത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് നിസ്കാരം ചെറുതായി നിസ്കരിക്കുക. മനസ്സിലായില്ലേ? റക്അത്തുകൾ ഉദാഹരണത്തിന് നേരെ പറഞ്ഞതുപോലെ അബ്ദുല്ലാഹ് ബിൻ മുലൈക്ക 20 റക്അത്ത് നിസ്കരിച്ചു. ഈ 20 റക്അത്ത് ബാക്കിയുള്ള നിസ്കാരം ചുരുക്കിയിട്ട് റക്അത്തുകൾ അധികരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? റക്അത്ത് ചുരുക്കിയിട്ട് നിസ്കാരം അധികരിപ്പിച്ചു. സലഫുകളിൽ നിന്ന് സ്ഥിരപ്പെട്ടത് പലപ്പോഴും അവർ റക്അത്തുകൾ അധികരിപ്പിക്കുകയും നിസ്കാരത്തിന്റെ റുകൂഉം ഖിയാമും ഒക്കെ കുറക്കുകയും ചെയ്തു. ഇന്ന് പലരും ചെയ്യുന്നത് എന്താണ്? നിസ്കാരവും കുറച്ചു, എണ്ണവും കുറച്ചു. നിസ്കാരവും കുറച്ചു, എണ്ണവും കുറച്ചു. ഇതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അങ്ങനെയല്ല. ഒരു വ്യക്തിക്ക് ദീർഘസമയം 11 റക്അത്തിൽ ചെലവഴിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ, ഉദാഹരണത്തിന് ഒരു 3 മണിക്കൂർ ഒരു വ്യക്തി 11 റക്അത്തിൽ അദ്ദേഹത്തിന് നിസ്കരിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. 3 മണിക്കൂറിൽ 20 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും നല്ലത് എന്താണ്? 11 റക്അത്താണ്. ദീർഘമായി, നേരത്തെ പറഞ്ഞതുപോലെ ദീർഘമായി നിന്ന് നിസ്കരിക്കാനാണ് അല്ലാഹുവിന് ഇഷ്ടം. അഫ്ളലുസ് സ്വലാത്തി തൂലുൽ ഖുനൂത്ത്, ദീർഘമായി നിന്ന് നിസ്കരിക്കലാണ്. പക്ഷേ ഇനി ഒരു വ്യക്തിക്ക് അത് സാധിക്കുന്നില്ല, അദ്ദേഹത്തിന് അടുത്ത് സുജൂദൊക്കെ ഒന്ന് ചെയ്യണം, ദീർഘമായി നിൽക്കൽ പ്രയാസമാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? റക്അത്തുകൾ അധികരിപ്പിക്കാം. റക്അത്തുകൾ അധികരിപ്പിക്കാം. ഈ പറഞ്ഞതിന്റെ ആകെ ചുരുക്കം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിരിക്കുന്നത്, പ്രവാചകൻ ചെയ്തതായി വന്നിരിക്കുന്നത് എന്താ? 11ഉം 13ആണ്. അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ മുസ്ദലിഫയിലൊക്കെ അതിനേക്കാളും ചുരുക്കത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചത് എങ്ങനെയാണ്? നിങ്ങൾക്ക് വേണ്ടതുപോലെ നിസ്കരിക്കാമെന്ന് പറഞ്ഞ വിശാലമായിട്ടാണ്. ഇനി ഒരു വ്യക്തി പ്രവാചകന്റെ ചര്യയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ 11 അല്ലെങ്കിൽ 13 റക്അത്ത് വിശാലമായി ദീർഘിപ്പിച്ചുകൊണ്ട് നിസ്കരിക്കുക. ഇനി മുൻഗാമികളുടെ മാർഗമാണ് ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതെങ്കിൽ സലഫുസ് സാലിഹ്യങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടതുപോലെ റക്അത്തുകൾ അധികരിപ്പിച്ചുകൊണ്ട് നിസ്കാരത്തിലുള്ള ദൈർഘ്യം കുറക്കാം. ഇന്നത്തെ ചില ആളുകൾ ചെയ്യുന്ന ശൈലി അതൊരിക്കലും ശരിയല്ല. റക്അത്തും കുറച്ചു, നിസ്കാരവും കുറച്ചു. എന്നിട്ട് നേരത്തെ ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ യൻഖുറുഹാ നഖറൻ, ഇങ്ങനെ പക്ഷി കൊച്ചിച്ച് നിന്നതുപോലെ പെട്ടെന്ന് നിസ്കരിച്ചു തീർക്കും. അതൊരിക്കലും നിസ്കാരത്തിൽ അനുവദിക്കപ്പെട്ട കാര്യമല്ല. അങ്ങനെ ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ തുമഅനീനത്ത് ഇല്ല എങ്കിൽ അവരുടെ നിസ്കാരം ബാത്തിലാണ്. കാരണം തുമഅനീനത്ത് നിസ്കാരത്തിന്റെ അർക്കാനുകളിൽ പെട്ടതാണ്. ഈ വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നിസ്കാരത്തിൽ എപ്പോഴും റക്അത്തുകൾ കുറച്ച് നിസ്കാരം ദീർഘിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അതാണ് ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും നല്ലത്. ഇതാണ് റമളാനുമായി ബന്ധപ്പെട്ട ചില മസ്അലകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രൂപത്തിൽ മനസ്സിലാക്കാനും കാര്യങ്ങൾ അനുസരിച്ച് അമൽ ചെയ്യാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.